സോ ഗായ്സ്, ഇന്ന് നമ്മുടെ കോളേജ് ഓണം പ്രോഗ്രാം ആണ്. അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലെത്തിയപ്പോൾ തന്നെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് കോളേജിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണ്. ഇതാണ് ഞാൻ ഒരുങ്ങിയത്. എങ്ങനെയുണ്ട് ഗൈസ്? മൈലാഞ്ചി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്നു. എല്ലാവരും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത്തപ്പൂക്കളത്തിലുള്ള പൂ ഇറുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഹോം സയൻസിന്റെ പിള്ളേരെല്ലാം നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അത് കണ്ടിറങ്ങിയപ്പോൾ തന്നെ അഞ്ജനയും കണ്ടിട്ടുണ്ടായിരുന്നു. അവളെയും കണ്ട അടിപൊളിയായിരുന്നു. പിന്നെ പ്രോഗ്രാം ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എല്ലാം നിന്ന് പരിപാടിയൊക്കെ തുടങ്ങിയതൊക്കെ കണ്ടതിന് ശേഷം വിശന്നപ്പോൾ നമ്മളൊന്ന് ക്യാൻറ്റീന് വരെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ചിക്കൻ പപ്സ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളും തണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ കാണാൻ കൊള്ളാമല്ലേ? പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ പരിപാടി തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് തിരുവാതിര തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും നല്ല ട്രഡീഷണൽ വേഷത്തിൽ വന്നപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലാബി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂക്കളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ കുറച്ച് നേരം ലാബിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഒന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടക്കുന്നതെന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ദേവികയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കൈകൊട്ടിക്കളിയായിരുന്നു. NSS വോളണ്ടിയേഴ്സിന്റെ എല്ലാം കൂടെ മിസ് ഉണ്ടായിരുന്നു ഗീസ്. അങ്ങനെ പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തിയപ്പോൾ നമുക്ക് ബോളിയും പായസം ഉണ്ടായിരുന്നു ഗീസ്. അങ്ങനെ നമ്മളെല്ലാവരും ബോളിയും പായസം തിന്നാനായിട്ട് പോയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ദേവികയുടെ മുഖം തന്നെ കാണുമ്പോൾ തന്നെ ടേസ്റ്റ് എന്തായിരിക്കും? അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഡോൺ ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ബോളിയും പായസം തിന്നുന്നത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നീരയെ അവിടെ കൂടെ തിന്നാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇത്രയും ബോളിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ നികിതയാണ് വാരി തന്നത്. അപ്പം അതിന്റെ ടേസ്റ്റ് ഇച്ചിരിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും നാളും കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാണ് ഇപ്പം കഴിച്ചപ്പോഴാണ്. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്. വിസ്മയക്കും ഇഷ്ടപ്പെട്ടു. അവൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അതാണ് ഗീതുവിനാണെങ്കിൽ ഇഷ്ടമല്ല പായസം, പക്ഷെ അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അശ്വതിയാണ് നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ആദിത്യ. ഇവളാണ് നമ്മളെ കൊതിപ്പിച്ച് വെച്ചത്. ഈ പായസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഷഹാനാണ് പാത്രം കഴിച്ച് നമ്മൾ ഓടിക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ തന്നെ അപ്പുറത്തെ കോളേജിലെ പിള്ളേരെല്ലാം കൂടെ പുറത്താണ് അടിപൊളി പ്രോഗ്രാം നടത്തുകയാണ് കേട്ടോ. നമ്മളെല്ലാം പിന്നെ അത് കണ്ടുകൊണ്ട് ഇന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ബൈ.